ഒരു ലക്ഷ്യമായിരുന്നു ഞങ്ങളുടെ. അത് പിടിച്ചു. അത് വളരെ സന്തോഷമുണ്ട്. ജനങ്ങൾ ഞങ്ങളുടെ വികസിത തിരുവനന്തപുരം എന്ന കാഴ്ചപ്പാടിനെ സ്വീകരിച്ചു, പിന്തുണ തന്നു. അത് വളരെ സന്തോഷമുണ്ട്. ശ്രീ പത്മനാഭസ്വാമി ജയം. അനന്തപുരി ഇനി ബിജെപിയുടെ കൈകൾ. തിരുവനന്തപുരത്തിലെ വികസനം, ആ വികസനത്തിന് മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് പുതിയ ഭരണസമിതി മുന്നോട്ട് പോകും. ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ അവിടെ ലെഫ്റ്റ് കോൺഗ്രസിന്റെ തന്ത്രങ്ങളായിരുന്നോ? അവർ അവിടെ എന്തെങ്കിലും അവർ കളിച്ചോ? കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ BJP NDAക്ക് കിട്ടിയ ഒരു വലിയൊരു മുന്നേറ്റം ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. അതിനുവേണ്ടി ഞാൻ പാർട്ടിയുടെ പേരിലും എല്ലാവരുടെ പേരിൽ വോട്ടർമാർക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. ഈ വിജയത്തിന് പിന്നിൽ ഓരോരോ സഹപ്രവർത്തകരുടെ അധ്വാനവും നമ്മുടെ ലീഡർഷിപ്പിൻ്റെ ഒരു കളക്റ്റീവ് ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തനം ആണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത്. അവർക്കും ഞാൻ നന്ദി പറയുന്നു. BJP NDA മുമ്പോട്ട് വെച്ച വികസിത കേരളം ജനങ്ങൾ സ്വീകരിച്ചു. അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മൾ ഇന്ന് കാണുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റീസ്, എത്രയോ ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പാലിറ്റീസിൽ നമ്മളുടെ ഒരു മുന്നേറ്റം, നമ്മളുടെ ഒരു ചാട്ടം, ഈ റിസൾട്ട് നമ്മളെല്ലാവരും കാണുന്നുണ്ട്. ഇനി ഈ ഒരു അനാലിസിസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും, ഒരു 20% മേലെ നമുക്ക് വോട്ട് കിട്ടിയിട്ടുണ്ട്. എത്രയോ ഗ്രാമപഞ്ചായത്തും ലോക്കൽ ബോഡിയിൽ നമ്മൾ ഒപ്പോസിഷനും അല്ലെങ്കിൽ നമ്മൾ ഭരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് BJP NDA എന്ന് ജനങ്ങൾ തീരുമാനിച്ചു. അപ്പോൾ ഇത് വികസിത കേരളം, വികസനം എന്ന കാഴ്ചപ്പാട് മുമ്പോട്ട് വെച്ച BJP NDA ജനങ്ങൾ സ്വീകരിക്കുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെസ്സേജ്. മൊത്തം സ്റ്റേറ്റിൽ ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും തിരുവനന്തപുരം കോർപ്പറേഷനും പിടിച്ചു. അത് ഒരു ലക്ഷ്യമായിരുന്നു ഞങ്ങളുടെ. അത് പിടിച്ചു. അത് വളരെ സന്തോഷമുണ്ട്. ജനങ്ങൾ ഞങ്ങളുടെ വികസിത തിരുവനന്തപുരം എന്ന കാഴ്ചപ്പാടിനെ സ്വീകരിച്ചു, പിന്തുണ തന്നു. അത് വളരെ സന്തോഷമുണ്ട്. പക്ഷേ നല്ലൊരു ഈ കേരളത്തിൽ ഒരു രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു മുന്നേറ്റമാണ് BJP NDAക്ക് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ അവിടെ ലെഫ്റ്റും കോൺഗ്രസിൻ്റെ തന്ത്രങ്ങളായിരുന്നോ? അവർ അവിടെ എന്തെങ്കിലും അവർ കളിച്ചോ? അതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രമേ അതിനെക്കുറിച്ച് ഞാൻ ഒന്നും പറയാൻ പോകുന്നുള്ളൂ. ഞങ്ങൾക്കൊരു അവസരം തരുന്നു, ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു, അത് ഞങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. നമ്മുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അഞ്ജന, അതോടൊപ്പം തന്നെ ശ്രീമതി പത്മിനി തോമസ് തുടങ്ങിയവരും ഈ സന്തോഷവേളയിൽ ഉണ്ട്. കൃഷ്ണസേട്ടൻ രാജീവേട്ടന് അതാ നല്ലത്. പാർട്ടിയുടെ ആ ലഡു ഈ ലഡു വ്യത്യാസമുണ്ട്. പാർട്ടിയുടെ ജില്ലാ അസംബ്ലി ഇലക്ഷൻ വരെ മതി. പാർട്ടിയുടെ പ്രവർത്തകർ ഹാരാർപ്പണം ചെയ്തു. സമാരാധനായിട്ടുള്ള സംസ്ഥാന അധ്യക്ഷൻ ശ്രീ V മുരളീധരൻ. ഇത് ശബരിമലയിൽ അയ്യപ്പനെ കൊള്ളയടിച്ചവർക്ക് ജനം നൽകി. ആദ്യം തന്നെ എല്ലാ വോട്ടർമാർക്കും നന്ദി. ഒപ്പം അശ്രാന്ത പരിശ്രമം നടത്തിയ നമ്മുടെ ഓരോ പ്രവർത്തകർക്കും നേതാക്കൾക്കും എല്ലാവർക്കും നന്ദി. ഒപ്പം ദൈവത്തോട് നന്ദി പറയാൻ ഉന്നയിക്കുന്നത്, ഇങ്ങനെയൊരു രാഷ്ട്രീയ ഒരു യുദ്ധം നടക്കുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ജനങ്ങളോട്, പ്രത്യേകിച്ചപ്പോ ഞാൻ എല്ലായിടത്തും പോയി വക്കീലിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മണ്ഡലകാവ് മണ്ഡലത്തിന്റെ അവിടെ നമ്മൾ നരേന്ദ്രമോദി വികസനം അദ്ദേഹം വിഭാവന ചെയ്തിരിക്കുന്ന ഭാരതത്തെ പറ്റി ശ്രീ രാജീവ് ചന്ദ്രശേഖരുടെ നേതൃത്വത്തിൽ നമ്മൾ പ്രവർത്തിച്ചു. അതിന്റെ ഫലം നമ്മൾ കണ്ടിരിക്കുകയാണ്. അല്ല, 50 സീറ്റിന് മുകളിൽ ജയിച്ച്
നല്ല ഭൂരിപക്ഷത്തിൽ ബി ജെ പി ജയിച്ചുകൊടുത്തു. അപ്പോൾ നരേന്ദ്രമോദി വിഭാവനം ചെയ്യുന്ന ആ ഭാരതത്തിൽ കേരളത്തിൽ എന്തൊക്കെ വികസനം കൊണ്ടുവരാൻ പറ്റും, ഇനി നമുക്കത് ചെയ്യാൻ കഴിയും. അത് ജനങ്ങളിലോട്ട് നമ്മൾ താഴെ തക്കവരെ പറഞ്ഞ് മനസ്സിലാക്കി ജനങ്ങൾ വിശ്വാസത്തിലെടുത്തു. ജനങ്ങൾ ഏറ്റുകൊണ്ടു BJP കോർപ്പറേഷന്റെ ഭരണം ഏറ്റെടുത്തിരിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയും. തിരുവനന്തപുരത്ത് ലഭിച്ചിരിക്കുന്ന വലിയ വിജയം തന്നെയാണ്. ഇത് പ്രവർത്തകരുടെ വിജയമാണ്, പ്രവർത്തകരുടെ അധ്വാനത്തിന്റെ വിജയമാണ്. തിരുവനന്തപുരത്തെ ജനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ വികസിത തിരുവനന്തപുരം എന്ന ലക്ഷ്യം, ആ സ്വപ്നത്തിനൊപ്പം നിന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണിത്. തീർച്ചയായിട്ടും ഈ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭാരതീയ ജനതാ പാർട്ടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ, ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ ഈ വികസിത തിരുവനന്തപുരം വികസിത അനന്തപുരിയാക്കി മാറ്റും. ആ ലക്ഷ്യം ഞങ്ങളെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്ന് കേരളത്തിലെ ജനങ്ങൾ, തിരുവനന്തപുരത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഫലം. Bye.